ബിഗ് ബോസ് വീട്ടിലെ കോംബോ പെയർ ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ ഭയങ്കര തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. ജാസ്മിൻ എന്ത് കിട്ടിയാലും അത് ഗബ്രിക്ക് കൊടുക്കും, ഗബ്രിക്ക് എന്ത് കിട്ടിയാലും ജാസ്മിനും കൊടുക്കുന്നതാണ് പൊതുവെ പറച്ചില്. പക്ഷേ അവിടെ ജാസ്മിൻ ക്യാപ്റ്റൻ ആയ സമയത്ത് ഗബ്രി പറഞ്ഞിരുന്നു, എനിക്ക് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നിരുന്നാലും സാരില്ല, നിനക്കല്ല കിട്ടിയത്, കുഴപ്പമില്ല എന്ന് പല തവണ അവിടെ ഗബ്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ബിഗ് ബോസ് സീസൺ 6 കപ്പ് എന്ന് പറയുന്ന സംഭവം ഒരാൾക്കേ കിട്ടുള്ളൂ. അത് ജാസ്മിനെ ആണെങ്കിലും ഗബ്രിക്കാണെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും അത് ഒരാൾക്കേ കപ്പ് കിട്ടുള്ളൂ, ഒരാളെ വിന്നർ ആവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസ്മിനും ഗബ്രി ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ഗബ്രീനെ പെണ്ണായിട്ട് ഒരുക്കാണ് നമ്മുടെ ജാസ്മിൻ. ആ സമയത്ത് ഗബ്രി പറയാണ്, നീ ക്യാപ്റ്റൻ ആയാലും എനിക്ക് സന്തോഷമാണ്, നീ കപ്പെടുത്താലും എനിക്ക് സന്തോഷമാണ് എന്നാണ് അവിടെ ഗബ്രി പറയുന്നത്. എന്തായാലും ഗബ്രി പറഞ്ഞിരുന്നു, ഞാൻ കപ്പെടുക്കുമ്പോൾ നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കാനായിട്ടാണ് ജാസ്മിൻ ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ജാസ്മിനും പറഞ്ഞിരുന്നു, ഞാൻ കപ്പെടുക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഇവൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ജാസ്മിനും പറഞ്ഞിരുന്നു. എന്തായാലും ഇവർ തമ്മിലുള്ള പ്ലാനിങ് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിട്ടുകൊടുക്കലാണ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗബ്രിക്ക് കപ്പ് വേണ്ട, ജാസ്മിനെ മതി എന്നാണ് ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് കിട്ടണം എന്നാണ് എനിക്ക് ആഗ്രഹമെന്ന്. അതിനർത്ഥം കപ്പ് നിനക്ക് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും സെയിം എന്നുള്ള രീതിയിലാണ് അവിടെ ഗബ്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ എനിക്ക് മതി എന്നുള്ള മട്ടിലുള്ളൊരു ആക്കിയ പറച്ചിലായിട്ട് എനിക്കതുകൊണ്ട് തോന്നിയത്. എന്തായാലും ഗബ്രി തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ പ്രണയമാണ്, പ്രണയത്തിന് അപ്പുറമാണ്, ഇനി നിനക്കറിയില്ല ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ. ആ സ്നേഹം പോയി കപ്പ് കൊടുക്കാം എന്നുള്ള ലെവലിലെത്തിയിട്ടുണ്ട്. എന്തായാലും വീട്ടിലുള്ള ചായ കപ്പ് ആവാതിരുന്നാൽ മതി. എന്തായാലും ഈ രണ്ടു പേർക്കും കപ്പ് കിട്ടാനുള്ള സാധ്യത ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന ചായ കപ്പ് കിട്ടുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവുക, നീ ആ കപ്പെടുത്തോ എനിക്ക് പ്രശ്നമില്ല എന്നായിരിക്കും. എന്തായാലും രണ്ടുപേരും കപ്പ് കിട്ടണം എന്നൊക്കെ അവിടെ വലിയ ഡയലോഗൊക്കെ പറയുന്നത് അല്ലാതെ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുമില്ല. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടുള്ള വാശിതാണ്. എന്തിനാണ് പിന്നെ ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വന്നത്? അവിടെ എനിക്ക് കപ്പെടുക്കണം എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രയത്നിക്കുന്ന മത്സരാർത്ഥികൾക്ക് കപ്പ് കിട്ടട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നീ എടുത്തോ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ നോക്കിയിരുന്നോട്ടെ.